മലയാളത്തിൽ 2 ഗംഭീര സിനിമകൾ വരാൻ പോവുകയാണ്. ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എത്തിയത് സാക്ഷാൽ തരുൺമൂർത്തി തന്നെയാണ്. തുടരും ഒന്ന് മോഹൻലാലിന്റേതാണെങ്കിൽ കളങ്കാവൽ മറ്റൊന്ന് മമ്മൂട്ടിയുടേതാണ്. ഈ 2 ചിത്രങ്ങളിലും ഈ 2 സൂപ്പർ താരങ്ങളുടെ മികച്ച പ്രകടനങ്ങൾ കാണാൻ എന്നത് തന്നെയാണ് തരുൺമൂർത്തി പറഞ്ഞ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത്. അദ്ദേഹം ഈ 2 ചിത്രങ്ങളുടെയും പോസ്റ്ററുകൾ പങ്കുവച്ചുകൊണ്ടാണ് ബിഗ് എംസിനെ കുറിച്ച് പറഞ്ഞു വെക്കുന്നത്. ഒരു വ്യത്യസ്തമായ 2 ഗംഭീര പ്രകടനങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാം. ഉടനെ തന്നെ തുടരുമെന്ന ചിത്രം നമുക്ക് മുന്നിലേക്ക് എത്താൻ പോവുകയാണ്. ഇനി വെറും 4 ദിവസം മാത്രമേ ഉള്ളൂ ചിത്രത്തിന്റെ റിലീസിനായി. ഈ 4 ദിവസം ബാക്കി നിൽക്കുമ്പോൾ തുടരുമെന്ന ചിത്രം ഇറങ്ങുമ്പോൾ മോഹൻലാലിന്റെ ഈ തുടരുമെന്ന ചിത്രത്തിന് ക്ലാഷ് വെച്ചുകൊണ്ട് ഗംഭീര സിനിമകൾ വരുന്നുണ്ട്. ഏപ്രിൽ 25-നാണ് സിനിമ തിയേറ്ററിലേക്ക് എത്തുന്നത്. സിനിമയ്ക്ക് ക്ലാഷായി എത്തുന്നത് സൂപ്പർ താരങ്ങളുടെ 2 ചിത്രങ്ങളാണ്. 30 വർഷത്തിന് ശേഷം രജനികാന്ത് നായകനായ ഭാഷയാണ് തുടരും എന്ന ചിത്രത്തിനൊപ്പം എത്തുന്ന ഒരു ചിത്രം. റീ റിലീസുകളും ഗംഭീര രീതിയിൽ സ്വീകരിക്കുന്ന കാലഘട്ടമാണ് ഇപ്പോൾ. 4K ഡോൾബി അറ്റ്മോസിന്റെ സഹായത്തോടെ പുത്തൻ സാങ്കേതിക മികവോടെയാണ് ചിത്രം റീ റിലീസ് ചെയ്യുന്നത്. തുടരുമെന്ന ചിത്രത്തിനൊപ്പം അടുത്തതായി എത്താൻ പോകുന്ന ചിത്രം ആക്ഷൻ ഹീറോ ജയൻ നായകനായ 46 വർഷത്തിന് ശേഷം വീണ്ടും റീ റിലീസ് ചെയ്യുന്ന ശരപഞ്ചരമാണ്. ജയന്റെ കരിയറിലെ വലിയ വഴിത്തിരിവുണ്ടാക്കിയ സിനിമയായിരുന്നു ശരപഞ്ചരം. റീ റിലീസുകൾ തരംഗമാകുന്ന കാലത്ത് മോഹൻലാലിന് മുന്നിൽ ഈ ചിത്രങ്ങൾ വാഴുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. തുടരും എന്ന സിനിമയുടെ സെറ്റിൽ വെച്ച് നടന്ന മോഹൻലാലുമൊത്തുള്ള രസകരമായ അനുഭവം പങ്കുവയ്ക്കുകയാണ് സംവിധായകൻ തരുൺമൂർത്തി. ഇപ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ തരംഗമാകുന്നത്. ഒരിക്കൽ മഴ കാരണം ഷൂട്ട് മുടങ്ങിയ സമയത്ത് ലാലേട്ടനുമൊത്ത് ഒരു കാറിനകത്ത് ഇരിക്കവേ ഫേസ്ബുക്ക് നോക്കുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ഒരു ട്രോൾ കണ്ടു. ഉടനെ ഇവനോട് ഞാൻ എന്ത് ചെയ്തു എന്ന് തമാശയോടെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം വീണ്ടും സ്ക്രോൾ ചെയ്യാൻ തുടങ്ങിയെന്നും തരുൺമൂർത്തി പറയുന്നുണ്ട്. തന്നെക്കുറിച്ചുള്ള എല്ലാ വിമർശനങ്ങളും മോഹൻലാൽ കാണാറുണ്ടെന്നും സിനിമയുടെ വിജയങ്ങളും പരാജയങ്ങളും അദ്ദേഹത്തെ ബാധിക്കാറില്ലെന്നും റെഡ് എഫ്എമ്മിന് നൽകിയ അഭിമുഖത്തിൽ തരുൺമൂർത്തി പറയുകയുണ്ടായി. ഷൂട്ടിംഗ് സമയത്ത് ഒരു ദിവസം മഴയായതുകൊണ്ട് ഞാനും ലാലേട്ടനും കൂടി ഒരു കാറിൽ ഇരിക്കുകയായിരുന്നു. ഞാൻ നോക്കുമ്പോൾ അദ്ദേഹം ഫേസ്ബുക്കിൽ സ്ക്രോൾ ചെയ്ത് ഇരിക്കുകയാണ്. ഫേസ്ബുക്ക് ഒക്കെ നോക്കുമ്പോൾ എന്തെങ്കിലും മോശമായ കമന്റ് കണ്ടാൽ എന്ത് ഫീൽ ചെയ്യും എന്നോർത്ത് എനിക്ക് കൗതുകമായി. അങ്ങനെ ഫേസ്ബുക്ക് നോക്കുന്ന സമയത്ത് അദ്ദേഹത്തെ ട്രോൾ ചെയ്തുകൊണ്ടുള്ള ഒരു പോസ്റ്റ് ലാലേട്ടൻ കണ്ടു. ഉടനെ തമാശയോടെ ഇവനോട് ഞാൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും സ്ക്രോൾ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഞാൻ സാറിനോട് ഇതെല്ലാം വായിക്കാറുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ വായിക്കേണ്ടേ എന്നായിരുന്നു ലാലേട്ടന്റെ ഉത്തരം. അദ്ദേഹം എല്ലാം കാണുന്നുണ്ട്. ഒരു സിനിമയുടെ വിജയമോ പരാജയമോ കോടി ക്ലബ്ബുകളോ ഒന്നും അദ്ദേഹത്തെ ബാധിക്കാറില്ല. 47 വർഷമായി സിനിമ ചെയ്യുന്ന ഒരാൾക്ക് അയാളുടെ സന്തോഷം എന്തെന്ന് ചോദിച്ചാൽ എപ്പോഴും ഹാപ്പിയായി ഇരിക്കുക എന്നതാണ് തരുൺമൂർത്തി പറഞ്ഞതിങ്ങനെ. അതുപോലെ തന്നെ തുടരുമെന്ന സിനിമയുമായി ബന്ധപ്പെട്ട് രസകരമായ പല കാര്യങ്ങളും ഇതിന്റെ അണിയറ പ്രവർത്തകർ പങ്കുവയ്ക്കുന്നുണ്ട്. മോഹൻലാൽ ആരാധകർ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രം തന്നെയാണ് തുടരുമെന്ന ചിത്രം. ഈ പടത്തിന്റെ ഷൂട്ടിങ്ങിന്റെ ഇടയ്ക്ക് ഞാനും ലാലേട്ടനും ശോഭന ചേച്ചിയും ഒരുമിച്ച് ഇരിക്കുകയായിരുന്നു. ഞങ്ങൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു. ഈ സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞാൽ ഇതിന്റെ മാർക്കറ്റിംഗ് ഒക്കെ എങ്ങനെ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്തു. ശോഭന ചേച്ചി കുറെ കാലം സിനിമയിൽ നിന്ന് വിട്ടുനിന്നിരുന്നല്ലോ. ഇപ്പോഴത്തെ ന്യൂ ജെൻ സിനിമകളുടെ രീതികളെ കുറിച്ച് ശോഭന മാമിന് വലിയ അറിവൊന്നും ഉണ്ടാകില്ലെന്ന് വിചാരിച്ചു. ശോഭന മാം വളരെ കൂളായിട്ട് ഞാനും നീയും ലാലിന്റെ തോളിൽ കയറി ഇരുന്നാൽ മതി, ബാക്കി പുള്ളി നോക്കിക്കോളും. ഒരു തോളിൽ നീയും മറ്റേ തോളിൽ ഞാനും, ലാൽ നമ്മളെ കറക്റ്റായി കൊണ്ടുപോകും എന്നായിരുന്നു പറഞ്ഞത്. അത് തന്നെയാണ് ഈ സിനിമയിൽ ഞാൻ ഫോളോ ചെയ്തത്. തരുൺമൂർത്തി പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. വർഷങ്ങൾക്കിപ്പുറമാണ് മോഹൻലാലും ശോഭനയും ഒന്നിക്കുന്ന ഒരു ചിത്രം വരുന്നത്. 2 സൂപ്പർ ഹിറ്റുകൾക്ക് ശേഷം തരുൺമൂർത്തിയുടെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന ചിത്രം എന്നിങ്ങനെ ചിത്രത്തിന് നിരവധി പ്രത്യേകതകളുണ്ട്. ഏപ്രിൽ 25-ന് ചിത്രം പുറത്തിറങ്ങും. ഫാമിലി ഡ്രാമ സ്വഭാവത്തിൽ ഒരുങ്ങുന്ന തുടരുമെന്ന സിനിമയിൽ ഒരു സാധാരണ ടാക്സി ഡ്രൈവറുടെ വേഷത്തിലാണ് മോഹൻലാൽ എത്തുന്നത്. ഇപ്പോൾ തന്നെ പ്രേക്ഷകർക്കും ആരാധകർക്കും ഈ ചിത്രത്തെക്കുറിച്ച് വലിയ വാക്കുകളാണ് പറയാനുള്ളതും. ഈ ദിവസങ്ങളിൽ തുടരുമെന്ന ചിത്രത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് എത്തിയ ഇവരുടെ വാക്കുകളും ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ദൃശ്യം എന്ന സിനിമ FTFS മിസ്സായവർ ഇതിന് തീർച്ചയായും FTFS എടുക്കണം എന്ന രീതിയിലാണ് അവരുടെ വാക്കുകൾ. കാരണം അവർക്ക് 100% ഉറപ്പാണ് മോഹൻലാലിന്റെ മികച്ച ഒരു പ്രകടനം ഈ ചിത്രത്തിൽ കാണാം എന്നത്. അത് എങ്ങനെയാണ് വരുന്നതെന്നും അതിൽ സർപ്രൈസുകൾ ഉണ്ടാകുമോ എന്നതുമൊക്കെ കാത്തിരിക്കുകയാണ് പ്രേക്ഷകരും. അതുകൊണ്ട് തന്നെ FTFSന് വേണ്ടിയുള്ള തിരക്കുകളിലാണ് ആരാധകരും. ഇതിനുവേണ്ടി ഫാൻ ഷോകളൊക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ട് ആരാധകർ എന്നത് നമുക്ക് കാണാൻ കഴിയും. അതൊക്കെ ചൂടപ്പം പോലെ വിറ്റുപോകുന്ന അവസരങ്ങളും കാണുന്നുണ്ട്. എമ്പുരാൻ എന്ന സിനിമ വലിയ സക്സസ് ആയപ്പോൾ അതിന്റെ ഒരു പ്ലസ് തുടരുമെന്ന ചിത്രത്തിലേക്കും വന്നതും ഈ അവസരത്തിൽ കാണാനാകും. കാരണം തുടരുമെന്ന സിനിമയ്ക്ക് വലിയൊരു വൈഡ് റിലീസ് തന്നെ സംഭവിക്കുന്നുണ്ട്. അത് ഇതിന്റെ ബാക്കി പത്രമാണ്. എന്നാലും ചിത്രത്തിന്റെ റിലീസുമായി ബന്ധപ്പെട്ട് ചില വിമർശനങ്ങൾ ഉയരുന്നു എന്നതും ഈ സാഹചര്യത്തിൽ കാണേണ്ടതാണ്. കാരണം ചിത്രത്തിന്റെ ഓഫ്ലൈൻ പ്രൊമോഷന്റെ ഭാഗമായി ഗംഭീരമായി തന്നെയാണ് രജപുത്ര രഞ്ജിത്ത് എന്ന നിർമ്മാതാവ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ ഓൺലൈൻ പ്രൊമോഷൻ വളരെ മോശമാണെന്ന രീതിയിൽ അവർ പറയുകയാണ്. കാരണം ഓൺലൈൻ പ്രൊമോഷനും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ചിത്രത്തിന് അത്യാവശ്യമാണെന്നും അവർ ഓർമ്മിപ്പിക്കുന്നു. രജപുത്ര രഞ്ജിത്ത് ശരിയായി ചെയ്ത ഒരേ ഒരു കാര്യം കേരളത്തിലുടനീളം ഹോർഡിങ്ങുകൾക്കായി നല്ലൊരു തുക ചെലവാക്കി എന്നതാണ്. ഏതൊരു സ്ഥലത്ത് എന്നാലും തുടരുമെന്ന ചിത്രത്തിന്റെ വലിയ ഹോർഡിങ്ങുകൾ കാണാൻ സാധിക്കുന്നു. ഇത് വലിയ രീതിയിൽ അട്രാക്ഷൻ പ്രേക്ഷകർക്കുണ്ടാകുന്നുണ്ട്. അതിനപ്പുറം ഓഫ്ലൈൻ പ്രൊമോഷനുകൾ അനിവാര്യമാണ്, അവ ശരിയായി ചെയ്തു. പക്ഷേ ഓൺലൈൻ പ്രൊമോഷൻ അതുപോലെ തന്നെ പ്രധാനമാണ്. ഇത് ചിത്രത്തിന് ഒരു ഇനിഷ്യൽ പോസിറ്റീവ് പ്രചരിപ്പിക്കാൻ സഹായിക്കുന്നതും കൂടുതൽ FTFS അവലോകരെ തിയേറ്ററിലേക്ക് കൊണ്ടുവരുന്നതിനും സാധിക്കുന്നു എന്നതാണ്. അവരുടെ വാക്കുകളാണ് ഈ ചിത്രത്തിന് വലിയ പോസിറ്റീവായി മാറുന്നതും ആദ്യ ദിനങ്ങളിൽ. കാരണം ഡിസ്ട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ട ചില റിപ്പോർട്ടുകൾ അവർക്ക് കിട്ടുമ്പോൾ
എത്തിയപ്പോൾ ട്രാക്കർമാർ നൽകിയ കാര്യങ്ങളാണ് ഇതൊക്കെ പറയുന്നത്. ഫ്രൈഡേ റിലീസായി ഈ ചിത്രം എത്തുമ്പോൾ ചിത്രത്തിന്റെ ഓൺലൈൻ പ്രൊമോഷനുകൾ വലുതായിട്ടും വരുന്നില്ല. അതിനൊപ്പം തന്നെ അഡ്വാൻസ് ബുക്കിംഗ് ഇതുവരെ സ്റ്റാർട്ട് ആയിട്ടില്ല. കൂടാതെ കേരളത്തിലെ പല പ്രമുഖ പ്ലേസുകളിലും ഈ ചിത്രത്തിന്റെ ഷോകൾ വന്നിട്ടില്ല എന്നതുകൂടി അവർ എടുത്തു പറയുകയാണ്. ഇത് വലിയ രീതിയിൽ കുഴപ്പമായിരിക്കുന്നു എന്ന രീതിയിലാണ് അവർ പറയുന്നത്. കേരളത്തിലെ സിനിമ ഇറങ്ങേണ്ട പല മികച്ച തിയേറ്റർ കോംപ്ലക്സുകളും ഈ പ്രൊഡക്ഷൻ ടീം ഇതുവരെ തുടരുമെന്ന ചിത്രം ചാർട്ട് ചെയ്തിട്ടില്ല എന്നതാണ് അവർ എടുത്തു പറയുന്നത്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട്, ആശീർവാദിലെ ഡിസ്ട്രിബ്യൂഷൻ അവർക്ക് അറിഞ്ഞുകൂടെ എന്ന രീതിയിൽ. എന്നാൽ ആശീർവാദ് റിലീസ് മാത്രമേ നടത്തുന്നുള്ളൂ. ചാർട്ടിംഗ് ഒക്കെ നടക്കുന്നത് രജപുത്രയുടെ അണ്ടറിൽ തന്നെയാണ്. അതുകൊണ്ടാണ് ഈ പ്രശ്നമെന്നും അതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രാക്കർമാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എമ്പുരാൻ എന്ന ചിത്രം വന്നതിന് ശേഷം വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുന്ന ചിത്രമായതുകൊണ്ട് തന്നെ ഗംഭീരമായി തന്നെ റിലീസ് അത്യാവശ്യമാണ് എന്ന് പ്രേക്ഷകർ അനുമാനിക്കുന്നുണ്ട്. ഈ ചിത്രത്തിൽ മോഹൻലാലിനെ കാണാൻ കാത്തിരിക്കുന്ന ഒരു കൂട്ടം പ്രേക്ഷകരുണ്ട്. അവരെയൊക്കെ തിയേറ്ററിൽ എത്തിക്കണമെങ്കിൽ ഇതുപോലുള്ള പ്രമോഷനുകളുടെ സാധ്യത വളരെയേറെ ചർച്ച ചെയ്യപ്പെടുന്നു. അതിനൊപ്പം തന്നെ അവർക്ക് ആക്സസബിൾ ആയ അടുത്തുള്ള ഗംഭീര വലിയ തിയേറ്ററുകളിൽ ഈ ചിത്രം ചാർട്ട് ചെയ്യേണ്ട ആവശ്യം കൂടി പറഞ്ഞു വെക്കുന്നു. എന്തായാലും തുടരുമെന്ന ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് ബുധനാഴ്ച മുതൽ ആരംഭിക്കുമെന്നാണ് ലേറ്റസ്റ്റായി ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ഇനി റിലീസിന് വെറും 4 ദിവസം ബാക്കി നിൽക്കെയാണ് ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ട്രാക്കർമാർ എത്തിയിരിക്കുന്നത്.